പ്രിയദർശിനി സ്ത്രീ സൗജന്യ യാത്രയും ഇന്ധന വില വർധനവും പ്രതിസന്ധി പരിഹരിക്കാൻ സർക്കാർ ഇടപെടണമെന്നാവശ്യപ്പെട്ട് സ്വകാര്യ ബസ് തൊഴിലാളികൾ BMSന്റെ ആഭിമുഖ്യത്തിൽ പാലക്കാട് കളക്ടറേറ്റ് ധർണ നടത്തി. സംസ്ഥാനത്തെ KSRTCയുടേതിന് സമാനമായ രീതിയിൽ ഏറ്റവും കൂടുതൽ സാധാരണക്കാർ ആശ്രയിക്കുന്ന പൊതുഗതാഗത സംവിധാനമായ സ്വകാര്യ ബസ് വ്യവസായവും അതിലെ തൊഴിലാളികളും ഇന്ന് ഗുരുതരമായ പ്രതിസന്ധി നേരിടുകയാണെന്നും ഈ വ്യവസായത്തെയും തൊഴിലാളികളെയും സംരക്ഷിക്കുന്നതിന് നടപടികൾ സ്വീകരിക്കണമെന്നും BMS ജില്ലാ പ്രസിഡന്റ് സലിം തെന്നിലാപുരം ആവശ്യപ്പെട്ടു. സ്വകാര്യ ബസ് വ്യവസായത്തിലെ പ്രതിസന്ധി ഈ മേഖലയെ ആശ്രയിച്ചു കഴിയുന്ന 2 ലക്ഷത്തിലധികം വരുന്ന തൊഴിലാളികളെയും അവരുടെ കുടുംബാംഗങ്ങളെയും പ്രതികൂലമായി ബാധിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. പാലക്കാട് ഡിസ്ട്രിക്ട് പ്രൈവറ്റ് ബസ് ആൻഡ് ഹെവി വെഹിക്കിൾ മസ്ദൂർ സംഘം BMS നേതൃത്വത്തിൽ നടത്തിയ കളക്ടറേറ്റ് ധർണ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സ്വകാര്യ ബസ് മേഖല തകർച്ചയുടെ വക്കിലാണ്. കേരളത്തിൽ അധികാരത്തിലിരിക്കുന്ന മാറി അധികാരത്തിൽ വരുന്ന ഗവൺമെന്റുകൾ നടപ്പിലാക്കുന്ന അശാസ്ത്രീയമായ നയങ്ങളുടെ ഫലമായി കേരളത്തിലെ സ്വകാര്യ ബസ് മേഖല ദിനംപ്രതി തകർന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. നമുക്കറിയാം, കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഗ്രാമീണ മേഖലകളിൽ സർവീസ് നടത്തുന്നത് കേരളത്തിലെ സ്വകാര്യ ബസ്സുകളാണ്. ഗ്രാമീണ മേഖലകളിലെ സാധാരണക്കാരായ ആളുകൾ സ്വകാര്യ ബസ്സുകളെയാണ് ആശ്രയിക്കുന്നത്. അതുകൊണ്ട് തന്നെ കേരളത്തിലെ ഏറ്റവും വലിയ പൊതുഗതാഗത സംവിധാനമായ സ്വകാര്യ ബസ് മേഖലയെ സംരക്ഷിക്കാനുള്ള ബാധ്യത കേരള ഗവൺമെന്റിന് ഉണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെ ഗവൺമെന്റ് ആ ബാധ്യത നിറവേറ്റാൻ കഴിയുന്നില്ല. നമുക്കറിയാം, ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിന് ശേഷം കേരളത്തിൽ അധികാരത്തിൽ വന്ന UDFന്റെ നേതൃത്വത്തിലുള്ള ഗവൺമെന്റ്, ആ ഗവൺമെന്റ് യാതൊരു ചർച്ചകളും നടത്താതെ ഇതിന്റെ യാതൊരു പ്രത്യാഘാതങ്ങളും വിലയിരുത്താതെ ഒരു പുതിയ പദ്ധതിക്ക് കേരളത്തിൽ തുടക്കം കുറിച്ചു. ആ പദ്ധതിയെ ഭാരതീയ മസ്ദൂർ സംഘം സ്വാഗതം ചെയ്യുന്നു. പക്ഷേ ഒരു പദ്ധതി നടപ്പിലാക്കുമ്പോൾ അതിലൂടെ മറ്റ് ഏതെങ്കിലും വിഭാഗത്തിനുണ്ടാകുന്ന നഷ്ടമുണ്ടായാൽ ആ നഷ്ടം നികത്താൻ കേരളത്തിലെ ഗവൺമെന്റിന് ബാധ്യതയുണ്ട്. ആ ബാധ്യത നിറവേറ്റാൻ കേരളത്തിലെ ഗവൺമെന്റ് തയ്യാറാകുന്നില്ല. രാജ്യത്ത് ഏറ്റവും കൂടുതൽ ഇന്ധന നികുതി പിരിക്കുന്ന സംസ്ഥാനമാണ് കേരളം. പൊതുഗതാഗത മേഖലയ്ക്ക് ഇന്ധന സബ്സിഡി അനുവദിക്കുകയും നികുതി കുറയ്ക്കുകയും ചെയ്തുകൊണ്ട് ഈ വ്യവസായത്തെയും തൊഴിലാളികളെയും സംരക്ഷിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു. യൂണിയൻ പ്രസിഡന്റ് R. മനോജ് കുമാർ അധ്യക്ഷത വഹിച്ചു. യൂണിയൻ ജനറൽ സെക്രട്ടറി V. ശിവദാസ്, BMS സംസ്ഥാന സമിതി അംഗം S. രാജേന്ദ്രൻ, ജില്ലാ ട്രഷറർ V. ശരത്, യൂണിയൻ ഭാരവാഹികളായ V. രാധാകൃഷ്ണൻ, S. അമർനാഥ്, A. മഹേഷ്, CT സുരേഷ്, K. ശശികുമാർ, കൃഷ്ണൻകുട്ടി, K. രാധാകൃഷ്ണൻ, S. കിഷോർ എന്നിവർ പ്രസംഗിച്ചു. UTV ന്യൂസ്, പാലക്കാട്.